സൗവർണിക, കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ഒരു ചെറിയൊരു റീല് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ന്യൂസ് കണ്ടുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് തോന്നിയൊരു ഇതായിരുന്നു. അപ്പൊ തന്നെ ചെറുതായിട്ട് ഒരു റീൽ ഇട്ടു. കുറെ കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ അത് ഭയങ്കര വ്യൂസും കമന്റ്സിലെല്ലാം വന്ന് കുറെ പേര് തെറി വിളിക്കുകയാണ്. കുറെ പേര് അതിനെ അനുകൂലിച്ച് പറയുന്നു. സർക്കാരിനെ വിമർശിച്ചുകൊണ്ടായിരിക്കും ഇട്ടത്. പിന്നല്ലാതെ CPM LDF സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് തന്നെ. വിമർശനം എന്ന് വെച്ചാൽ ഇവിടെ ആശാ വർക്കർമാർ ഇവിടെ എത്രയോ ദിവസങ്ങളായി സമരം കിടന്നു. ഒരു 100 രൂപ കൂട്ടി കൊടുക്കാൻ സർക്കാർ തയ്യാറായില്ല. അപ്പൊ അവര് പറയുന്ന അവിടെ കർണാടകയിൽ എത്രയുണ്ട്, UP എത്രയുണ്ട്, മറ്റ് സംസ്ഥാനങ്ങളിൽ ആശാമാർക്ക് എത്രയുണ്ട്, തമിഴ്നാട്ടിൽ ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമായിരുന്നു. അവർ തലമുണ്ടനം ചെയ്ത് പല രീതിയിൽ അവർ പ്രതിഷേധിച്ചിട്ടുണ്ടായിരുന്നു. ഒരനക്കവും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ ഒരു സർക്കാർ ഉത്തരവ്, ശരിക്കും അത് സുപ്രീം കോടതി ഉത്തരവ് അനുസരിച്ചാണ് ഈ ഒരു നടപടി ഉണ്ടായിട്ടുള്ളത്. ഈ ഉത്തരവ് ഇറങ്ങിയത് ജയിലിലെ തടവുകാർക്ക്, ഇനി അങ്ങനെയല്ല പറയേണ്ടി വരും, ജയിലിലെ ജീവനക്കാർക്ക് എന്ന് തന്നെ ചേർത്ത് പറയേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. അതിന്റെ പ്രധാന കാര്യം, ജയിലിലെ തടവുകാർക്ക് കൊടുക്കുന്ന അവർ ജോലി ചെയ്യുമല്ലോ അവിടെ, ആ ജോലിക്കനുസരിച്ച് സ്കിൽഡ് അൺസ്കിൽഡ് അങ്ങനെ ഓരോ കാറ്റഗറൈസ് ചെയ്തിട്ട് അവർക്ക് വേതനം നൽകണം. ആ വേതനത്തിൽ വർധന ഉണ്ടായി എന്നാണ്. അപ്പോ ഇത് പറയുമ്പോ ഇടത് സൈബർ അണികൾ വന്ന് പറയുന്നു കർണാടകയിൽ 200 ഇരട്ടിയാണ് വർദ്ധിപ്പിച്ചത് എന്ന്. ഈ ക്യാപ്സ്യൂൾ വിതരണം ചെയ്യുമ്പോൾ അതിൽ എന്താണ് എന്ന് ഇവരാരും നോക്കാറില്ല. കർണാടകയിൽ 200% കൂടുതൽ എന്ന് പറഞ്ഞാൽ അത് എത്ര തുകയാണ്, അത് അവർ എങ്ങനെയാണ് നൽകുന്നത് എന്നതിനെ പറ്റിയൊന്നും ഇവർക്ക് വലിയ ധാരണയില്ല. ചുമ്മാ പറയുന്നത് ഇങ്ങനെ പ്രചരിപ്പിക്കുന്നു. എന്നെ 1-2 പേര് വിളിച്ചു, നിനക്ക് വേറെ പണിയില്ല, നീ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? എന്റെ പണിയല്ലേ ഞാൻ ചെയ്യുന്നത്, അതാ ചെയ്തത്. ഇനി ഈ ഉത്തരവിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് വായിക്കാം. നിലവിൽ അധിക വേതനം ലഭിച്ചു വരുന്നു എന്ന കാര്യം പരിഗണിച്ച് നെട്ടുകാൽ തേരി, ചീമേനി തുറന്ന ജയിലുകളിൽ പരമ്പരാഗതമായി നടത്തിവരുന്ന റബ്ബർ ടാപ്പിംഗ്, കല്ലുവെട്ട് തുടങ്ങിയ ജോലികളിൽ ഏർപ്പെടുന്ന അന്തേവാസികൾക്ക് വാർഷിക ഉൽപാദനത്തെ അടിസ്ഥാനപ്പെടുത്തി ഓണക്കാലത്ത് സർക്കാർ നിശ്ചയിക്കുന്ന നിരക്കിൽ ഒരു ഇൻസെന്റീവ് കൂടി അതത് വർഷം സർക്കാർ ഉത്തരവ് പ്രകാരം അനുവദിക്കുന്നതാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ കൊള്ളാം, പുറത്ത് നിൽക്കുന്നവര് എന്നാൽ ശരി നമുക്ക് ജയിലിൽ പോയ റബ്ബർ ടാപ്പിംഗ് ചെയ്താൽ ബോണസ് ഒക്കെ കിട്ടൂലേ എന്ന് വിചാരിക്കും. ഇനി ഇതെല്ലാം ആർക്കായിരിക്കും കൊടുക്കുന്നത്? അവിടെ ഈ പിൻവാതിൽ നിയമനം, ബന്ധു നിയമനം, ഇവിടെ ഇപ്പം സർക്കാർ, ബോർഡ്, കോർപ്പറേഷൻ എന്നിവിടങ്ങളിലൊക്കെയാണ് ഇങ്ങനെ പിൻവാതിൽ നിയമനവും സഖാക്കന്മാർക്കുള്ള നിയമനവും ഒക്കെ നടക്കുന്നത്. ഇനി ജയിലിലും തടവുകാർക്ക് പോലും ഇനി ഈ റബ്ബർ ടാപ്പിംഗ് ഒക്കെ ഉള്ള ജയിലുകളിലേക്ക് CPMകാർക്ക് അപ്പോയിന്റ്മെന്റ് കൊടുക്കും. ഒരു അപ്പോയിന്റ്മെന്റ് ഓർഡർ ആയിട്ടാണ് ഈ ശിക്ഷാവിധി എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു അപ്പോയിന്റ്മെന്റ് ഓർഡറായി മാറിയിരിക്കുന്നത് പോലെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കർണാടകയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ആ കൊടുക്കുന്ന എമൗണ്ടിൽ 150 രൂപ ഭക്ഷണത്തിനും വസ്ത്രത്തിനും അങ്ങനെ അത് വിഭജിച്ച് കൊടുക്കുമ്പോൾ അത് ഇവർക്ക് കയ്യിൽ കിട്ടുന്ന പൈസ വളരെ കുറഞ്ഞ ഒരു എമൗണ്ട് ആയിട്ട് മാത്രമേ അതിൽ കാണാൻ കഴിയുള്ളൂ. ഹൈലി സ്കിൽഡ് ആയിട്ടുള്ളവർക്ക് വേജസ് ആയിട്ട് കൊടുക്കുന്നത് 250 രൂപ, ഫുഡിനും ക്ലോത്തിനും കൂടെ 100 രൂപ, ക്യാഷ് ആയിട്ട് കയ്യിൽ കിട്ടുന്നത് 150 രൂപയാണ്. അങ്ങനെ റിവൈസ് ചെയ്ത് വരുമ്പോൾ 660. ഇവർ പറയുന്ന 200 ഇരട്ടിയാണ് അവർക്ക് കൊടുക്കുന്നതെന്ന് ഇവർ വാദിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ആ കിട്ടുന്ന എമൗണ്ട് അതേപോലെ തന്നെയാണ്. അപ്പൊ വേറൊരു കമന്റ് വന്നത്, ഞാനും ജയിലിൽ കിടന്നിട്ടുള്ളതാണ്, ജയിലിൽ ഇറങ്ങാൻ സമയത്ത് വണ്ടിക്കൂലി, അതായത് അവർക്ക് എവിടെയാണോ എത്തിപ്പെടേണ്ടത് അവിടെ വരേക്കുള്ള ട്രാവൽ അത് മാത്രമേ കൊടുത്തുള്ളൂ എന്ന് അതിന്റെ അടിയിൽ ഒരാൾ കമന്റ്. അയാളോട് പറയാനുള്ളതല്ല, കേസ് കൊടുക്കണം പിള്ളേച്ചാ, നിങ്ങൾ അവിടെ പണിയെടുത്തിട്ടുണ്ടെങ്കിൽ ആ പൈസ നിങ്ങൾ കേസ് കൊടുത്ത് വാങ്ങിക്കുക എന്നേ പറയും. ഇനി ഇത് മുൻകാല പ്രാബല്യത്തോടെ ആണെങ്കിൽ ഇവിടെ ഈ ജയിലിൽ കിടന്ന രാഷ്ട്രീയ തടവുകാർക്കും ഇതേപോലെ നല്ല പൈസ കിട്ടുമായിരിക്കും എന്നാണ് പലരും ചോദിക്കുന്നത്. ഇതിൽ മറ്റൊരു പോയിന്റ് നമ്മൾ ശ്രദ്ധിക്കാനുള്ള ഈ ഓർഡറിലെ 4ാമത്തെ പോയിന്റ്, സർക്കാർ ഈ വിഷയം വിശദമായി പരിശോധിച്ചു. ജയിൽ അന്തേവാസികളുടെ വേതന വർധനവ് കേവലം ഒരു സാമ്പത്തിക വിഷയം മാത്രമല്ല, അവരുടെ അന്തസ്സും പുനരധിവാസവും ഉറപ്പാക്കുന്ന നിർണായക നടപടി കൂടിയാണിത്. വിവിധ ഉൽപാദന നിർമ്മാണ പ്രവർത്തനങ്ങളിൽ അന്തേവാസികൾ നടത്തുന്ന കഠിനാധ്വാനത്തിന് കാലാനുസൃതമായ മൂല്യം നൽകേണ്ടത് അനിവാര്യമാണ്. ജയിൽ ചട്ടങ്ങൾ പ്രകാരം ജയിൽ അന്തേവാസികൾക്ക് ലഭിക്കുന്ന വേതനം കുടുംബത്തിന്റെ ആവശ്യങ്ങൾക്ക്, ജയിലിലെ ക്യാൻറ്റീൻ ആവശ്യങ്ങൾക്കും മോചന വിഹിതമായും വിനിയോഗിക്കേണ്ടതാണ്. വേതന വർധവ് കുടുംബത്തോടുള്ള ഉത്തരവാദിത്വം നിറവേറ്റുന്നതിനും അധ്വാനത്തിന് മൂല്യമുണ്ടെന്ന ബോധം വളർത്തുന്നതിനും ഉതകുന്നതോടൊപ്പം മോചനാനന്തരമുള്ള സാമ്പത്തിക പിന്തുണ ഉറപ്പാക്കുന്നതിലൂടെ വീണ്ടും കുറ്റകൃത്യങ്ങളിലേക്ക് വഴുതി പോകാതെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് മടങ്ങി വരുന്നതിന് അന്തേവാസികൾക്ക് സഹായകമാണ്. ഇതിപ്പോ നിലവിൽ ഓർഡർ അനുസരിച്ചുള്ള ഒരു തുക വെച്ചിട്ട് മാസം ഒരു 15,000 രൂപ ഒരാൾക്ക് കിട്ടും. കഠിന തടവുകാരന്. ഒരാൾ ചോദിച്ചതുപോലെ ഒരു ജീവപര്യന്തം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഒരു വീട് വെക്കാനുള്ള പൈസ എന്തായാലും കിട്ടില്ലേ എന്നാ ചോദിക്കുന്നത്. അപ്പോ ഒരു മാസം 15,000 വെച്ച് ഒരു വർഷം അപ്പൊ എത്ര, 1,4 ലക്ഷം രൂപ കിട്ടും. ഇതില് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് പൈസ ചെലവാക്കണ്ട.
വാടക ഇനത്തിൽ പൈസ കൊടുക്കണ്ട, കറണ്ട് ബില്ലില്ല, വാട്ടർ ബില്ലില്ല, മറ്റ് ചെലവുകൾ ഒന്നുമില്ല. അപ്പൊ ആൾക്കാർ പറയും അവിടെ സ്വാതന്ത്ര്യമില്ല. എന്ത് സ്വാതന്ത്ര്യമാണ് ഇനി വേണ്ടത്? മൂക്കുമുട്ട ഭക്ഷണം കിട്ടുന്നു, എല്ലുമുറിയെ പണിയെടുക്കുന്നു, പല്ലുമുറിയെ തിന്നുന്നു, പണിയെടുക്കുന്നതിന് പൈസയും കിട്ടുന്നു, പിന്നെ പോയി സുഖമായി കിടന്നുറങ്ങിയാൽ മതി. ഒരാൾ പറയുന്നു 6 മണിയാകുമ്പോൾ ഭക്ഷണം തന്ന് കൂട്ടിലടയ്ക്കും, പിന്നെ പിറ്റേന്ന് ഈ 6 മണിക്ക് ശേഷം പിന്നെ എന്തേലും കളി കുടിക്കാൻ പോണോ? അതൊന്നും വേണ്ടല്ലോ. അവിടെ കിടന്ന് സുഖമായി ഉറങ്ങുക, റെസ്റ്റ് എടുക്കുക, പിറ്റേന്ന് രാവിലെ വീണ്ടും പോയി പണി ചെയ്യുക. അപ്പൊ ഇത് കഴിയുമ്പോൾ ഇവർക്ക് വീണ്ടും ഇതിനകത്ത് തന്നെ താമസിക്കാൻ തോന്നുമോ, അതേ പുറം ലോകത്തേക്ക് പോകാൻ തോന്നുമോ? അല്ല, സ്വാഭാവികമായും താമസിക്കാനായിരിക്കുമല്ലോ തോന്നുന്നത്. അത് മാത്രമല്ല ചേച്ചി, ഇനിയിപ്പോ കുറ്റകൃത്യം ചെയ്യുന്നവർ അല്ലെങ്കിൽ തന്നെ പൊതുവെ എന്താണ് നമ്മുടെ ഒരു ഈ പറയുന്ന നിയമവ്യവസ്ഥകൾ എനിക്ക് തോന്നിയിട്ടുണ്ട് പല സാഹചര്യങ്ങളിലും കൃത്യമല്ല, അല്ലെങ്കിൽ നിയമങ്ങൾ കുറച്ചുകൂടി സ്ട്രോങ് ആക്കണം എന്നൊരു അഭിപ്രായമുള്ള ആളാണ് ഞാൻ. അപ്പൊ ഇങ്ങനെ കൂടി ആകുമ്പോൾ എന്താണ് ഈ തെറ്റ് ചെയ്യുന്നവർ അല്ലെങ്കിൽ തെറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നവർ, അപ്പൊ ഞാൻ ഒരു തെറ്റ് ചെയ്യാൻ ചിന്തിക്കുമ്പോൾ ഞാൻ വിചാരിക്കും ജയിലിൽ പോയാൽ സുഖമല്ലേ എന്ന് ചിന്തിക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ പോയി. ഈ പറയുന്ന പോലെ ആശാ വർക്കർമാർക്ക് പൈസ കൊടുക്കാനില്ലാത്ത, പെൻഷൻ കൃത്യമായി എല്ലാ മാസവും കൃത്യം കൊടുക്കാൻ കഴിയാത്ത ഒരു സംസ്ഥാനമാണ് കേരളം. അങ്ങനെ ഒരു സംസ്ഥാനത്ത് ജയിലിൽ ഇങ്ങനെ ഒരു പരിഷ്കരണം കൊണ്ടുവരുമ്പോൾ എന്താണ് എല്ലാവരും ഇനി എനിക്ക് തോന്നുന്നൊരു കാര്യം പറയട്ടെ. ഇപ്പൊ ശബരിമല സ്വർണ്ണക്കൊള്ള വന്നപ്പോ പത്മകുമാർ അടക്കമുള്ള CPM-ന്റെ നേതാക്കൾ അകത്തായി. ഇനിയിപ്പോ ഈ സ്വർണ്ണക്കൊള്ള ഇതുപോലെ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ SIT അന്വേഷിച്ച് മുന്നോട്ട് പോകുമ്പോൾ പത്മകുമാറിന്റെ പിന്നാലെ പല പ്രമുഖരും അകത്താകും എന്നുള്ള കാര്യം, വട്ടച്ചെലവിനുള്ള പൈസ അവിടെ നിന്ന് തന്നെ ഒപ്പിക്കാൻ അല്ല, പല പ്രമുഖരും അകത്താകുന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. അങ്ങനെ വരുമ്പോ തങ്ങളുടെ നേതാക്കൾ അകത്താകുമ്പോ അവർക്ക് എന്താണ് സുഖമായിരിക്കണം. ഈ പറയുന്ന പോലെ കുറച്ച് സ്വാതന്ത്ര്യം കുറഞ്ഞാലും പ്രശ്നം. വളരെ ദീർഘവീക്ഷണത്തോടു കൂടിയാണ് ഈ എമൗണ്ട് വർധനവ് സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ളത്. പണ്ടൊക്കെ പറയും ഗോതമ്പുണ്ടതിന്, ഇപ്പൊ അത് മാറി, ചപ്പാത്തിയും ചിക്കനും ആയി അവര് ചെയ്യുന്നുണ്ട്. അപ്പൊ ഭക്ഷണം ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോ എല്ലാരും പറയുന്നു അങ്ങനെയൊന്നും അല്ലാന്ന്. ഞാൻ ജയിലിൽ വേറൊരു പ്രൊഫഷണലായിട്ട് ഒരു ജോലിയുടെ ആവശ്യമായിട്ട് പോയി, വനിതാ ജയിലിൽ പോയി അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. വളരെ രുചികരമായ ഭക്ഷണമാണ്. അപ്പൊ സൂപ്രണ്ട് പറയാണ് ഇത് തറവാട്ടി പറഞ്ഞ പെണ്ണുങ്ങൾ വെക്കുന്നതാണ്. അവിയലൊക്കെ എന്ത് ടേസ്റ്റ് ആയിരുന്നു എന്നറിയാമോ? നല്ല വലിയ കഷ്ണം നെമ്മീനായിരുന്നു അന്ന്. അവർ പറഞ്ഞു അന്ന് മീന്, അടുത്ത ദിവസം ബീഫ്, ചിക്കൻ, ഇങ്ങനെയെല്ലാം വിഭവ സമൃദ്ധമായി. പോലെ ഉച്ചയൂണിന്റെ മെനു മാറ്റുമ്പോ അതിന് കൊടുക്കാൻ പൈസ ഇല്ലാത്ത സർക്കാരാണ് അല്ലെങ്കിൽ ഒരു സംസ്ഥാനമാണ് കേരളം. ഈ പറയുന്ന പോലെ നോൺ വെജ് ഉച്ചയൂണിന് കൊടുക്കണം എന്ന് പറയുമ്പോ പോലും എന്താണ് ഈ പറയുന്ന സ്കൂളിലെ പ്രഥമാധ്യാപക അതിനുവേണ്ടി ഇത്ര വരയ്ക്കുമ്പോഴാണ് ജയിലുകളിൽ അത് പ്രഥമാധ്യാപകന്റെ ചുമതലയാണത്രേ. എന്താണ് കുട്ടികൾക്ക് ഉച്ചഭക്ഷണം കൊടുക്കുന്നത്. പിന്നെ എന്റെ പരിചയത്തിലുള്ള മറ്റൊരു ആള് ഒരു കൊലക്കേസിൽ പ്രതിയാണ്. ആൾക്ക് ജയിൽവാസത്തിനിടയിൽ ശിക്ഷാ കാലയളവില് ഹൃദയ സംബന്ധമായ അസുഖം വന്നു. ആരാ ഈ ചെലവ് മുഴുവൻ വഹിച്ചത്? സകല ചെലവും സർക്കാർ വകയായിരുന്നു. അപ്പൊ ആ ആളുടെ ഭാര്യ പറയാണ്, ജയിലിലായതുകൊണ്ട് ഒരു സമാധാനമുണ്ട്, ഇല്ലെങ്കിൽ എത്ര രൂപ ഞാൻ കടമാക്കേണ്ടി വരുമായിരുന്നു എന്ന്. പക്ഷെ നല്ലത് തന്നെ, ശരി, സമ്മതിച്ചു. പക്ഷെ എന്നാലും പുറത്തുള്ളവർക്ക് അതേപോലത്തെ ഒരു ജീവിത സാഹചര്യം സർക്കാർ. അല്ല, ഞാൻ പറയുന്നത് ചേച്ചി ഇപ്പൊ ഈ കേരളം എന്ന് പറയുന്ന അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനം എല്ലാത്തിലും മുന്നിലാണ്. ഈ പറയുന്ന പോലെ നമ്മൾ സ്കൂളിന്റെ കാര്യം ഞാൻ പറയുന്നത് കുട്ടികളാണ്. നമ്മൾ പറഞ്ഞ ഏറ്റവും അടുത്ത തലമുറയാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പൊ ഈ പറയുന്ന അടുത്ത തലമുറയ്ക്ക് വേണ്ടി നമുക്ക് നല്ലതായിട്ടൊന്നും ചെയ്യാനാകുന്നില്ല. ഈ പറയുന്ന പോലെ ആശാവർക്കർമാർ സമരം കിടന്നിട്ട് 100 രൂപ വർദ്ധിപ്പിക്കാൻ കഴിയാത്ത വാശി പോലെ അല്ലെങ്കിൽ കഴിയാത്ത ഒരു സംസ്ഥാനമാണ് കേരളം. അല്ലെന്ന് പറയാൻ പറ്റും. 100 രൂപ വർദ്ധിപ്പിക്കാൻ കഴിയാത്ത ഒരു സംസ്ഥാനത്ത് ഈ പറയുന്ന പോലെ അപ്പന് എന്തിതാണുള്ളത്? കൃത്യമായി പെൻഷൻ കൊടുക്കാൻ കഴിയാത്ത ഒരു സംസ്ഥാനം. അങ്ങനെ നമ്മൾ ഓരോന്ന് എടുക്കുമ്പോൾ ഒരു സംസ്ഥാനം പടുകുഴിയിൽ കിടക്കുമ്പോൾ ജയിലിലുള്ളവർക്ക് മാത്രം സുഖ സൗകര്യങ്ങൾ. നമ്മളൊരു കാര്യം, ഇപ്പൊ ഈ സുഖ സൗകര്യങ്ങളെല്ലാം ജയിലിൽ ഒരുക്കുമ്പോൾ ഉച്ചഭക്ഷണം, നോൺ വെജ് അടക്കം കൊടുക്കാനുള്ള തുക നമുക്കുണ്ട്. ഈ പറയുന്ന പോലെ ആശാവർക്കർമാരെയും ഈ പറയുന്ന ഹോസ്പിറ്റലിലെ നഴ്സുകളെ എല്ലാവരെയും അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥരെ മുഴുവൻ ഒപ്പം നിർത്താൻ, അല്ലെങ്കിൽ എന്താണ് സർക്കാർ ഉദ്യോഗസ്ഥർക്കടക്കം സർക്കാർ ഉദ്യോഗസ്ഥരുടെ കാര്യം വിടൂ. ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ ജോലിക്ക് പോകുന്ന ഒരാൾക്ക് ജോലിക്ക് പോകുന്ന എത്ര രൂപ ശമ്പളം ഉണ്ടെന്ന് 12-ൽ കൂടുതൽ ഒരാൾക്ക് കിട്ടുമോ? അല്ലേ ചേച്ചി? ഈ കിട്ടില്ല. ഞാൻ പറഞ്ഞത് സർക്കാർ മേഖല മുഴുവൻ ഡെവലപ്പ് ആയതിനു ശേഷം, അല്ലെങ്കിൽ കേരളം ഈ പറയുന്ന പോലെ ഇവർ പറയുന്ന അതിദാരിദ്ര്യമുക്തമല്ല, അല്ലാതെ യഥാർത്ഥത്തിൽ അതിദാരിദ്ര്യമുക്തം ാണ് ജയിലുകളിൽ ഇങ്ങനെ ഒരു മാറ്റം കൊണ്ട് നമുക്ക് പറയാം. നമ്മുടെ സംസ്ഥാനം ഇത്രത്തോളം വളർന്നൊരു സംസ്ഥാനമാണ്. നമ്മുടെ സംസ്ഥാനത്തിന് ഇത് ചെയ്യാൻ കഴിയും. കാര്യം പുറത്ത് ദാരിദ്ര്യമില്ല എന്നാണ്. ഈ ഫണ്ട് നമ്മൾ മറ്റൊരു ആവശ്യത്തിന് ഉപയോഗിച്ചു എന്ന് പറയാൻ പറ്റണം. ആ പറ്റാത്ത സാഹചര്യത്തിൽ ഇപ്പോഴും എന്താണ് ഈ പറയുന്ന സമരം ചെയ്ത ആശാവർക്കർമാരോട് അവർക്ക് പുച്ഛം. ഈ പറയുന്ന പോലെ സ്കൂളിൽ ഉച്ചഭക്ഷണത്തിന് പ്രഥമാധ്യാപകർ കിടന്ന് ഓട്ടത്തോടോട്ടം. ആ സാഹചര്യത്തിൽ പെൻഷൻ കൂട്ടാൻ കഴിയാത്ത ഒരു സർക്കാർ, അല്ലെങ്കിൽ പെൻഷൻ കൂട്ടി എല്ലാ മാസവും കൊടുക്കാൻ കഴിയാത്ത ഒരു സർക്കാർ. ഒരു കാര്യം അവർക്ക് നേരെ ചെയ്യാൻ പറ്റുന്നില്ല. ആ ചെയ്യാൻ പറ്റാത്ത സർക്കാർ ജയിലുകളിൽ മാത്രം ഇങ്ങനെ മാറ്റം കൊണ്ടുവരുന്ന എന്തുദ്ദേശിച്ചാണ്? ഇതിന് സൈബർ പോരാളികൾ, സൈബർ സഖാക്കൾ പ്രതികരിക്കുന്ന ഒരു കമന്റിനെ ഞാൻ പറഞ്ഞു തരാം. ചേച്ചി, നിങ്ങൾ പോയി നിങ്ങളുടെ അച്ഛൻ നിങ്ങളെ പീഡിപ്പിച്ചു എന്നൊരു കേസ് കൊടുക്കൂ, അപ്പോൾ അച്ഛൻ ജയിലിലാവും, അപ്പൊ അച്ഛന്
കിട്ടുന്ന ശമ്പളം വാങ്ങി നിങ്ങൾ ജീവിക്കൂ എന്ന് ഒരു സൈബർ സഖാവ് കമന്റ് ഇട്ടേക്കാണ്. ഇതാണ് അവരുടെ സംസ്കാരം എന്ന് പറയുന്നത്. അതായത് വ്യാജ പരാതി കൊടുക്കൂ, എന്നിട്ട് നിങ്ങൾ മുതലാക്കൂ. വ്യാജ പരാതി കൊടുത്ത് മുതലാക്കുക എന്നുള്ളതാണ് ഇവരുടെ പാരമ്പര്യവും സംസ്കാരവും എന്ന് വെളിവാക്കുന്നതാണ് ആ സൈബർ സഖാവിന്റെ കമന്റ്. ഇതുപോലെ നിരവധി കമന്റുകളുണ്ട് അവരുടെ രീതികൾ എന്താണ് എന്നുള്ളത് വ്യക്തമാക്കും. അല്ലെ ഇനി വേറൊരു കാര്യം ഉണ്ടല്ലോ, നമ്മൾ ഇത്രയും പറയുമ്പോഴും ഈ പറയുന്ന പോലെ ഇനി ഒരു തുടർ ഭരണം ഉണ്ടാകില്ല എന്ന് സഖാക്കൾക്ക് തന്നെ അറിയാം. ഒരു ഭരണം മാറി വന്നാൽ ഇവരുടെ പല കേസുകളും കുത്തിപ്പൊക്കപ്പെടും. അതിലൊക്കെ അകത്താവുമ്പോ അവർക്കും നന്നായി ജീവിക്കണ്ടേ. മുൻകാല പ്രാബല്യത്തോടെ ഈ ഓർഡർ നടപ്പിലാക്കിയ കൊടിസുനിയൊക്കെ ആരാ? അതെ, നമ്മളൊന്ന് ഇതിൽ ആലോചിച്ച് നോക്ക്. ഇപ്പൊ ഈ പറയുന്ന കൊടിസുനി പോട്ടെ, ഗോവിന്ദച്ചാമി, ഒരു പെൺകുട്ടിയെ മൃഗീയമായി പീഡിപ്പിച്ചു കൊന്ന ഗോവിന്ദച്ചാമിക്ക് അടക്കമാണ് ഇത്തരം ആനുകൂല്യങ്ങൾ കിട്ടുന്നത്. അപ്പൊ പിന്നെ ആ പെൺകുട്ടിക്ക് ശരിക്കും വേറൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ ഒരാള് ജയിലിൽ പോകുന്നത്, ഇപ്പൊ സപ്പോസ് രണ്ടുപേര് പോകുമ്പോ ഒരാള് അതിന്റെ ഇരയാക്കപ്പെടും, എന്നിട്ട് മറ്റേയാളാണ് പ്രതിയായിട്ട് ജയിലിൽ പോകുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ഇരയ്ക്ക് നഷ്ടപ്പെട്ടത് കൊടുക്കാനല്ലേ ഇയാളെ ജോലി ചെയ്ത് ആ പൈസ വിനിയോഗിക്കേണ്ടത് അല്ലേ? ആ പൈസ ആരാണോ അതിലെ ബാധിക്ക് കൊടുക്കാനുള്ള ഒരു നടപടി ചെയ്യല്ലേ വേണ്ട ആണ്. ഇപ്പൊ ഞാൻ പറയട്ടെ, ഈ പറയുന്ന പോലെ ഈ ഗോവിന്ദച്ചാമി അടക്കം ജയിലിലുണ്ട്. ഇപ്പൊ ഗോവിന്ദച്ചാമിക്ക് കിട്ടുമ്പോ സൗമ്യക്ക് എന്ത് നീതിയാണ് കിട്ടിയത്? ഈ ഗോവിന്ദച്ചാമി അകത്ത് കിടന്നിട്ട് ഈ പറയുന്ന പോലെ ഗോവിന്ദച്ചാമിക്ക് പൈസ, സുഖ സൗകര്യങ്ങൾ എല്ലാം ഉണ്ടാകുമ്പോ എന്താണ് ഈ സൗമ്യക്ക് ഞാൻ സൗമ്യ ഒരാളാണ്. സൗമ്യ പോലെ എന്തുമാത്രം പേർക്ക് നീതി നിഷേധിക്കുന്നുണ്ട്. ഈ പൈസ ഇവരുടെ വീട്ടുകാർക്ക് കൊടുക്കുവോ? അങ്ങനെ കൊടുക്കട്ടെ. അല്ല, ഇപ്പൊ രാഷ്ട്രീയ തടവുകാർ ഒരുപാട് പേരുണ്ടാവും. അവർക്കെല്ലാം വളരെ സുഖമായി തിരിച്ചിറങ്ങുമ്പോൾ പൈസയും വാങ്ങി വരാൻ പറ്റും. അത്രയും നടക്കുന്നു. ഇപ്പൊ വേറൊരാൾ പറഞ്ഞു അയാൾക്ക് പൈസ കിട്ടിയില്ല, വണ്ടിക്കൂലി മാത്രമേ കൊടുത്തുള്ളൂ എന്ന്. സാധാരണക്കാരായിട്ടുള്ള തടവുകാർക്കൊന്നും ഈ കണക്ക് നോക്കി പൈസ വാങ്ങിക്കാൻ പറ്റില്ലായിരിക്കും. പക്ഷേ സഖാക്കൾ അവര് റബ്ബർ ടാപ്പിംഗ് പണിയൊന്നും ചെയ്യേണ്ടി വരില്ല, കല്ലുവെട്ടും റബ്ബർ ടാപ്പിംഗ് ഒന്നും ചെയ്യേണ്ടി വരില്ല. പക്ഷെ ഓണം തുടങ്ങിയ അവസരങ്ങളിൽ അവർക്ക് കൂടുതൽ ഇൻസെന്റീവും കിട്ടും. ഒപ്പിട്ട് പൈസ വാങ്ങി, അതായത് സർക്കാർ ജോലിയിൽ എങ്ങനെയാണോ സഖാക്കന്മാർ സംരക്ഷിക്കപ്പെടുന്നത്, അതുപോലെ തന്നെ ജയിലിലും ഈ ഇടത് സഹയാത്രികരായ തടവുകാർ, രാഷ്ട്രീയ തടവുകാർ ഉൾപ്പെടെയുള്ളവർക്ക് വളരെ സുഖകരമായ ജീവിതവും പൈസയും കിട്ടും. ജീവിതം മുന്നോട്ട് ജിങ്കാലാല. അത്രേ ഉള്ളൂ.